ഈ ചൂടുകാലത്ത് നിങ്ങളുടെ തുടകളുടെ ഇടഭാഗങ്ങളിൽ ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകല്ലേ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിഹാരം ലഭ്യമാകും. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ അമിതമായ ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ തുടകളുടെ ഭാഗങ്ങളിൽ ഫ്രിക്ഷൻ സംഭവിക്കും. അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചൊറിച്ചിലും പുകച്ചിലും വേദനയും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് കുറക്കാൻ എന്താണ് ചെയ്യാനുള്ളത്? ഇത് കുറക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 2 നേരം കുളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം അത്തരം ഭാഗങ്ങൾ തുടച്ച് ക്ലീനാക്കി വെച്ചതിന് ശേഷം അവിടെ ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽമെന്റുകൾ അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജാത്യാധികൃതം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ജാത്യാധികൃതം ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തിലെ ഫ്രിക്ഷൻ കുറക്കാനും ബാക്ടീരിയൽ ഗ്രോത്ത് ഇല്ലാതാക്കാനും സഹായിക്കും. അതുകൂടാതെ തന്നെ ശരീരത്തിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് മല്ലിയില, രാമച്ചം പോലുള്ള ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അതുകൂടാതെ തന്നെ ചന്ദനം പോലുള്ള തണുപ്പ് തരുന്ന ലേപനങ്ങൾ നമ്മൾ ഇത്തരം ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക. ലൂസായിട്ടുള്ളതും കോട്ടൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മളെ പേഴ്സണലായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ഹീറ്റ് ബേണുകളെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പതിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് മാറ്റി നിർത്താൻ പറ്റും. ഇത് ആയുർവേദ പ്രകാരം ഒരു പിത്ത കഫ രോഗമായിട്ടാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നത്തെ പരിപൂർണമായിട്ട് പരിഹരിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ചില സമയത്ത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളിത് സേവ് ചെയ്ത് വെച്ച് വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ആ സമയത്ത് ഇത് എടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.